അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഒരു കൂട്ടം റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത കവികള് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കവിതകൾ എഴുതി ഉക്കാളച്ചന്തയില് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ നാണയത്തില്, അതേ വൃത്തത്തിലും, അതേ അലങ്കാരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതിയ മഹാനായിരുന്നു കേട്ടോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പോലും ഗ്രാമർ മിസ്റ്റേക്ക് വന്ന ഗ്രാമർ തിരുത്തി കൊടുത്ത വനിതയായിരുന്നു കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഹൻസ ബീവി റളിയല്ലാഹു അൻഹ. ബീവി ഇന്നും അറേബ്യൻ സാഹിത്യത്തിലെ വിദ്യാർത്ഥികള് യൂറോപ്പിലും ഫ്രഞ്ചിലുമുള്ള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിദ്യാർത്ഥികള് ഹൻസ ബീവിയുടെ കവിതകൾ എന്ന പേരില് ഇന്നും ബീവിയുടെ കവിതകൾ റെഫർ ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബീവി നജബ് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയൊരു മതം കൊണ്ടുവന്ന് എന്നറിഞ്ഞിട്ടും എല്ലാവരും ആ മതത്തിനെ മോശം രീതിയിൽ പ്രതികരണം കൊടുത്തിട്ടും ഇത് സത്യമതമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ബീവിക്കെതിരെ ഇത് മോശമാണ് മതം എന്ന് മോശം മതമാണെന്ന് പറയാൻ വന്നവരെ പോലും പറഞ്ഞ് തിരുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പാലായനം ചെയ്ത മഹദിയാണ് കേട്ടോ ഹൻസ ബീവി റളിയല്ലാഹു അൻഹ. ബീവി 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ടായി, രണ്ടാം വിവാഹത്തിലും 3 ആൺകുട്ടികൾ ഉണ്ടായിട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് ഖാദിസിയ യുദ്ധത്തില് 4 മക്കളും വഫാത്തായി ഷഹീദാവുന്നുണ്ട് കേട്ടോ. ഇതറിഞ്ഞ ബീവി പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, എന്റെ 4 മക്കളും അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച് ഷഹീദന്മാരായി മാറിയിരിക്കുന്നു. മാത്രമല്ല നാളെ സ്വർഗത്തിലെ ശീതള ഛായയില് അവരെ എനിക്ക് കാണാൻ പറ്റുമല്ലോ റബ്ബേ എന്നും പറഞ്ഞിട്ട് ബീവി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ പോലെയുള്ള ഉമ്മമാർക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ. ഈ ഖാദിസിയ യുദ്ധത്തിന് ശേഷം ഒരുപാട് താമസിയാതെ തന്നെ ബീവിയും വഫാത്തായിട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു മഹദിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.